ഇതൊക്കെ എന്താ സതീഷേട്ടാ? ഒന്നല്ല, 1000 തെളിവുണ്ട്. ടീച്ചർക്കെതിരെ അശ്ലീല കമന്റ് ഇട്ട ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഷോബിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ഷാഫിക്ക് രാഹുലിനൊപ്പം പ്രചരണ സമയത്തുള്ള ഇയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിലും വലിയ തെളിവ് വേണോ ഷാഫിയുടെ ടീം തന്നെയാണ് ഈ അശ്ലീല പ്രചരണത്തിന് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലാക്കാൻ? പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇരുവരും UDF നേതാക്കൾ. അശ്ലീല കമന്റ് ഇട്ടവരെല്ലാം UDF ഹാൻഡിലുകൾ. പണ്ടൊക്കെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊക്കെ പേരിലായിരുന്നു ഈ അശ്ലീലം. ഇപ്പോൾ സ്വന്തം പ്രൊഫൈലിൽ തന്നെയായി ഈ പരിപാടിയൊക്കെ. ഇതൊക്കെ ജനം ചർച്ച ചെയ്യുന്നിടത്താണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. എന്താണ് പ്രതിപക്ഷ നേതാവെ ആളുകളെ മണ്ടന്മാരാക്കൽ? തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാനുള്ള മിനിമം മാന്യത കാണിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളും ആ തെറ്റിനെ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്? ശൈലജ ടീച്ചർ തന്നെ അധിക്ഷേപിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ ന്യായീകരിച്ച കോൺഗ്രസിൽ നിന്ന്, പെണ്ണ് ലോക്സഭയിൽ പോയാൽ എന്ത് കാര്യമെന്ന് ചോദിച്ച കെ സുധാകരന്റെ കോൺഗ്രസിൽ നിന്ന്, ഇവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? ആരോട് പറയാനാണ്? സോഷ്യൽ മീഡിയയിൽ കേട്ടാൽ അറയ്ക്കുന്ന കമന്റ് പ്രതിപക്ഷ നേതാവിനോടോ, പ്രതിപക്ഷ നേതാവിനെ തെറി വിളിക്കുന്ന KPCC പ്രസിഡന്റിനോടോ? ഇതാണ് കോൺഗ്രസിന്റെ പൊതു സമീപനം. ഇതാണ് മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളോട് കോൺഗ്രസിന്റെ സമീപനം. കാലമൊക്കെ മാറി പ്രതിപക്ഷ നേതാവേ, ആദ്യം നിങ്ങൾ നന്നാവുക. പിന്നെ ആണുങ്ങളെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ കാലഹരണപ്പെട്ട ചിന്തകൾക്കൊപ്പം ജനം നിങ്ങളെയും ചവറ്റുകൊട്ടേ തള്ളൂ.